അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നലത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണിത്. ഡിന്നർ റെസിപ്പീസ് ഇന്നലെ കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അത് ഡിന്നറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്. ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുള്ളത് കാസർഗോഡ് സ്റ്റൈൽ കൽത്തപ്പമാണ്. കൽത്തപ്പം എന്ന് അവർ പറയുന്നത്, നമ്മളിതിന് ചീനച്ചട്ടിയിൽ പാർന്നത് എന്ന് പറയും. ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു റെസിപ്പി ആയിരിക്കും. പിന്നെ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിപ്പം ചിക്കൻ ഒന്ന് വേവിക്കാനായി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പം കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും ആ ഒരു കറിക്ക്. നമ്മൾ പൊതുവേ ചിക്കൻ ഇങ്ങനെ വാങ്ങിയാൽ കുറച്ചിങ്ങനെ തനിയായിട്ടുള്ള പീസ്, എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത പീസും ഇതേപോലെ വേവിച്ച് വെക്കും, എന്തെങ്കിലും സ്നാക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ. അതല്ലാണ്ട് ഇതേപോലെ എല്ലാം കൊട്ടൊക്കെ ഉള്ള പീസ് കറിക്ക് വേണ്ടിയിട്ട് അങ്ങനെയും കുറച്ച് വേവിച്ച് വെക്കും. അത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ 2 ദിവസമൊക്കെ ചൂടാക്കി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാനായി വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മൾ കറിയിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വെന്ത് വരണം. അപ്പോഴേക്കും കൽത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി അരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഇപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അത്യാവശ്യം വെന്ത് വരികയും ചെയ്യും, വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരികയും ചെയ്യും. അപ്പോൾ ഈ കലത്തപ്പത്തിനൊക്കെ അരി അരക്കുന്നത് സാധാരണ നമ്മൾ നീർദോശ മൂടിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അരി അരക്കുന്നത്. അപ്പം നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് ഞാനിപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പച്ചരീൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയും ചോറുമാണ്. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പിടി പച്ചരി, നമ്മൾ കയ്യിൽ 2 പിടി പച്ചരി ഇങ്ങനെ അളന്നെടുത്തിട്ട് അതിൽ 1 പിടി ചോറും 1 പിടി തേങ്ങയുമാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതായത് 2:1:1. 2 തവിയിൽ പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ 1 തവി ചോറും 1 തവി തേങ്ങയുമാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള അരിമാവാണ് ഇത്. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് അരക്കണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വെള്ളം അരയുന്ന കണക്കിന് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളമല്ല. എന്നാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരിമാവ് വേണ്ടത്. അപ്പോൾ അരി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറി റെഡിയാക്കിയതിന് ശേഷം പിന്നെ പത്തിൽ ചുട്ടെടുക്കാം. അപ്പം ചിക്കൻ ഓൾറെഡി അവിടെ വേവിച്ച് വെച്ചിട്ടുമുണ്ട്. ഇനിയിപ്പം ഒരു ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വന്നപ്പം ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഇതിൽ നന്നായിട്ട് വഴന്ന് കുഴഞ്ഞ പോലെ തന്നെ ആയി വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പം സവാള പെട്ടെന്ന് സോഫ്റ്റായി കുഴഞ്ഞ പോലെ ആവുകയും ചെയ്യും, വെള്ളമൊന്നും വറ്റി കരിഞ്ഞു പോവുകയില്ല. അപ്പം സവാള ഞാനിപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വന്നപ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്രേവിയും കൂടെ ഇതിലിടുമ്പം ഉപ്പ് കൂടി പോകണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം ചേർക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് നീളത്തിൽ അങ്ങ് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒന്നുകൂടെ അങ്ങ് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ സവാള നന്നായിട്ട് അങ്ങ് കളറൊക്കെ ഒരുപാടങ്ങ് മാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്, അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട്, ഒന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട് ഒന്നുകൂടെ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം തക്കാളിയും ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട് ഞാനിപ്പം നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഒരു കറിയിൽ തക്കാളി ഉള്ളി ഒന്നും ജസ്റ്റ് കാണാത്ത വിധത്തിലുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ എല്ലാം അങ്ങ് ഉടയും. അപ്പോൾ ആ വെള്ളം പച്ചവെള്ളമായിട്ട് ഒഴിക്കണ്ട, നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ എടുത്ത വെള്ളം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി.
ഇപ്പം കണ്ടോ, ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് ആ ഒരു ഒഴിച്ച വെള്ളമൊക്കെ എന്താ പറയുക ഒരു ജ്യൂസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരണം. നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊരു മല്ലിയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു കറിയാണ്. ഇനി മല്ലീൻ്റെ കളറ് വേണ്ട, മുളകിൻ്റെ കളറാണ് കൂടുതൽ വേണ്ടത്, ആ ഒരു ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മല്ലി ചേർക്കാണ്ട് മുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പം പൊടികളൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആ ഗ്രേവിയോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു മസാലയിലൊക്കെ കിടന്നിട്ട് ചിക്കൻ നന്നായി ഒന്നങ്ങ് മിക്സ് ആകണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പം ഗ്രേവി വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം തിളച്ച് വന്ന ആ ഒരു ഗ്രേവിയാണല്ലോ, ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പച്ചവെള്ളത്തിനെക്കാട്ടിലും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി തുറന്നിട്ട് ഇനി ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് തിക്കാക്കി വറ്റിച്ചെടുക്കുമ്പം നമ്മുടെ ഈ ഗ്രേവി കൂടുതൽ ടേസ്റ്റ് ആവും. അങ്ങനെ ഗ്രേവി ഇല്ലാണ്ട് വറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കുമ്പം ഗ്രേവി കൂടുതൽ ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ ഗ്രേവി ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. നേരത്തെ നമ്മൾ ഈ ഗ്രേവിയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ആദ്യമേ നമ്മൾ കണക്കായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഗ്രേവി വറ്റിച്ചെടുക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വറ്റുന്നതിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് അങ്ങ് കൂടും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വറ്റിക്കുന്ന സമയത്ത് ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ അന്നേരം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഗ്രേവി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആ ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ മിക്സാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ നന്നായി മിക്സാക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഗ്രേവി ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായിട്ട് തിക്കായി വരും. മാത്രമല്ല നല്ലൊരു ഷൈനിങ് ഉള്ളൊരു കറിയായിട്ട് കിട്ടുകയും ചെയ്യും. അടിപൊളി കറിയാണ്. ഇതിനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺഫ്ലോർ ഒന്ന് വെന്ത് വരാൻ മാത്രമുള്ള ഒരു ടൈം കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു കറിയാണിത്. ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കലത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ സ്ഥലമാണ് വേണ്ടത്. നല്ലൊരു അവരൊക്കെ ഉണ്ടാക്കുന്നത് അടുപ്പിൽ കനലിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൽ തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സവാള നേർമയായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറിയോളം സവാള നേർമയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് മാളി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് വെച്ചിട്ടുള്ള അരി കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാനിൽ കണക്കായിട്ട് ഇതിപ്പം കുറച്ച് വലിയൊരു സൈസിലുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് തിക്നെസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മാവ് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് മാവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് വേവാൻ കുറേ സമയം എടുക്കും. അതായത് കുറഞ്ഞതൊരു 10 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അരിമാവ് ഞാനിപ്പം അരച്ചെടുത്തതിൻ്റെ ഒരു പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതായത് തിളക്കുന്നത് വരെയും ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഇതിങ്ങനെ കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പോൾ അത് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ ആക്കിയിട്ട് സിം ആക്കിയിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പം ഒരു 10 മിനിറ്റ് ആ ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ അങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പം അടുത്ത സൈഡും കൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാം.
അങ്ങനെ ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് വെന്തിട്ട് പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം മുരിച്ചെടുക്കുമ്പം ഉൾഭാഗത്ത് നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പത്തിലാണിത്. അതിപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് വലിയ സൈസിലാണ്. അപ്പം ഇതാണ് കാസർഗോഡ് സ്റ്റൈൽ കൽത്തപ്പം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ പാർന്നത് എന്ന് പറഞ്ഞാൽ ഒഴിച്ചത് എന്നാണ്. ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതേ മെത്തേഡിൽ തന്നെ അരി അരക്കലും അതുപോലെ ചുട്ടെടുക്കലും ഒക്കെ ഇതേ മെത്തേഡിൽ തന്നെ, പക്ഷേ ചെറിയ ചെറിയ സൈസിലാണ് അതുണ്ടാവുക. നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ചൂടാക്കിയിട്ട് നന്നായി ഉള്ളി ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഒരു 1-2 തവി മാത്രമേ ഇതിൽ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ, കുറച്ച് മാത്രമേ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയാം ചീനച്ചട്ടിയിൽ പാർന്നത് എന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഇത് തിന്നാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. ആ ചീനച്ചട്ടിയിൽ ഉള്ളീൻ്റെയൊക്കെ മൊരിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു മണം കൊണ്ട് ഈ പത്തിൽ വെറുതെ എങ്ങനെ തന്നെ കറിയൊന്നും വേണമെന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗ്. ഈ 2 റെസിപ്പിയും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും അടിപൊളിയാണ്. കറിയായാലും ആ ഒരു കലത്തപ്പായാലും ചെറിയ സൈസിൽ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കേക്കിൻ്റെയൊക്കെ ഫുൾ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈ മുൻസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.